എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. സദൃശ്യവാക്യങ്ങൾ 16 അധ്യായം 18 വാക്യം. Proverbs chapter 16-18. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഈ വാക്യത്തിൽ 6 വാക്കുകളേ ഉള്ളൂ. വെരി ഷോർട്ട് ആൻഡ് പ്രിസൈസ്, ചെറുതും കൃത്യവുമായ അർത്ഥം. തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി തരുന്ന ഉപദേശം, മുന്നറിയിപ്പ്, ഓർമ്മപ്പെടുത്തൽ അത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് അല്പസമയം ചിന്തിച്ചു നോക്കാം. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതിനെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. മനുഷ്യൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലത്തെ മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം, അവർ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നവരാണ്. പുതിയ ബന്ധങ്ങൾ കിട്ടുമ്പോൾ പഴയതൊക്കെ മറക്കുന്നവർ, വന്ന വഴികളൊക്കെ മറക്കുന്നവരായി തീർന്നിരിക്കുന്നു. ഇന്ന് ലോകം പുതിയൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു, പണിതിരിക്കുന്നു. പുരാണങ്ങളിൽ പറയും പോലെ കല്ലിൽ നിന്നോ വിഗ്രഹമുണ്ടാക്കിയ വിഗ്രഹമോ ഒന്നുമല്ല. ഈ പുതിയ ദൈവം അതിലൊക്കെ മുകളിലാണ്, ശക്തനാണ്, പവർഫുള്ളാണ്, അപകടകാരിയാണ്. എന്താണെന്നോ? സ്വയത്തെ ആരാധിക്കുക. ദ ഗോഡ് ഓഫ് സെൽഫ്. ഈ പുതിയ ദൈവം ഇരിക്കുന്നത് അമ്പലങ്ങളിലല്ല, ദേവാലയങ്ങളല്ല, പിന്നെയോ ലോകത്തെല്ലാം ഉള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ മനസ്സിലത്ര. അവർ എല്ലാത്തിനും അധിപതിയും അധികാരിയുമാണെന്ന് വിശ്വസിക്കുന്നു. അവർ ചിന്തിക്കുന്നു, എനിക്ക് ഒന്നും ആവശ്യമില്ല, ആരെയും വേണ്ട. ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? അവരുടെ ഉയർച്ച, അവരുടെ അഭിമാനം, സ്വയം പര്യാപ്തത, സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഒന്നിനും സ്വയം പര്യാപ്തയല്ല, ഒന്നിലും പരിപൂർണ നിയന്ത്രണമില്ല. നിങ്ങൾ ചിന്തിക്കും പോലെ. ഡു യു തിങ്ക് സോ? ശരിക്കും നിങ്ങൾ പൂർണ്ണമായി പരിപൂർണ നിയന്ത്രണത്തിലാണോ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വീണ്ടും ഇടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം വേണം. നിങ്ങൾ ഉറക്കം കഴിഞ്ഞ് ഉണരണമെങ്കിൽ ദൈവത്തിൻ്റെ അനുവാദം വേണം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരും. നിരാശകരമായത് എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതറിയില്ല. നിങ്ങളുടെ മിഥ്യാബോധവും സ്വയം പര്യാപ്തതയും അഭിമാനവും അത്രേ സ്വയം ആരാധിക്കുന്നതിനുള്ള കാരണം. നമ്മൾ വിചാരിക്കും പോലെ എല്ലാം സ്വയം കൈകാര്യം ചെയ്യാമെന്ന്, ദൈവത്തിൻ്റെയും മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്ന്. ഈ ചിന്താഗതിക്കാരാണ് ഇന്ന് എല്ലായിടത്തും.
അങ്ങനെയുള്ളവർ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ നടക്കും. ഏറ്റവും നല്ലത് അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ മനോഭാവം എനിക്കാരെയും വേണ്ടെന്നാണ്, ഞാൻ സ്വയം പര്യാപ്തയാണെന്നാണ്. ശരിക്കും എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? സത്യം എന്താണ്? നമ്മുടെ ജീവിതം അവിശ്വസനീയമാണ്. നമ്മളൊന്നുമല്ല, ദൈവം ഇല്ലെങ്കിൽ. ഇതാണ് യാഥാർത്ഥ്യം. സ്വയത്തിൽ വിശ്വസിക്കുന്നവർ വിചാരിക്കും, അവർ ചിന്തിക്കും, അവർ ശക്തരാണെന്ന്. നിങ്ങളുടെ ബലത്തിന്, നിങ്ങളുടെ ശക്തിക്ക് പരിമിതിയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ജ്ഞാനവും നിങ്ങളുടെ അറിവും പരാജയമായിരിക്കും. നിങ്ങൾ വിചാരിക്കും എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന്, സ്വയം പര്യാപ്തമാണെന്ന്. ദൈവത്തിൻ്റെയും മറ്റാരുടെയും ഉപദേശവും മാർഗനിർദ്ദേശവും വേണ്ടെന്ന് കരുതുന്നവർ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പോൾ, ബന്ധങ്ങൾ തകരുമ്പോൾ, അപ്രതീക്ഷിതമായ രോഗനിർണയമുണ്ടാകുമ്പോൾ, ഒരു ഡയഗ്നോസിസിൻ്റെ റിസൾട്ട് വരുമ്പോൾ, ആ നിമിഷം സ്വയം പര്യാപ്തയെന്ന് മിഥ്യാബോധം തകർന്നടിയും. ആ നിമിഷം നിങ്ങളുടെ ചിന്ത, മിഥ്യാബോധം തകർന്നടിയും. ആ ദുർബല നിമിഷത്തിൽ നിരാശകരമായ വ്യക്തമായി ദൈവത്തിൻ്റെ സഹായം തേടും. ഡെസ്പറേറ്റ്ലി സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഗോഡ്. ശരിയല്ലേ? മാത്രമല്ല, മറ്റുള്ളവരുടെയും സഹായം തേടും. എന്തുകൊണ്ട് ആണ് എല്ലാം നഷ്ടപ്പെടുന്നതുവരെ കാത്തത്? എന്തുകൊണ്ട് നിന്റെ മിഥ്യാബോധം തകർന്നഴിയുന്നവരെ കാത്തു? നീ വെയിറ്റ് ചെയ്തു. യാക്കോബ് 4-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം കാണുന്നു. ജെയിംസ് ചാപ്റ്റർ 4:10. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവ് ദൈവം നിനക്ക് സത്യസന്ധമായ സ്വാതന്ത്ര്യം തരും. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം ഉപദേശിക്കുന്നത് നീ സ്വതന്ത്രയാകുക എന്നാണ്, നീ മറ്റാരെയും ആശ്രയിക്കരുത് എന്നാണ്. നാം ഇന്ന് പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും കാണാറുണ്ട്. പല മാതാപിതാക്കളും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം, നിങ്ങൾ തനിയെ നിൽക്കാൻ പഠിക്കണം, സ്വതന്ത്രരായിരിക്കാൻ പഠിക്കണം, പഠിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് സ്വയം പര്യാപ്തമാകണം, ഇൻഡിപെൻഡൻ്റ് ആകണം, സ്വതന്ത്രമാകണം. കേൾക്കുമ്പോൾ നല്ലതാണ്, നല്ല ഉപദേശമാണ് അല്ലേ? കുഞ്ഞു മനസ്സിൽ വിഷം നിറയ്ക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. എത്ര പ്രായമായാലും അവരുടെ മനസ്സിലുണ്ടാവും ഈ ഉപദേശം. ഇതിൻ്റെ മറ്റൊരു വശം നമുക്ക് ചിന്തിച്ചാൽ കാണാം. ഉപദേശം കൊടുത്ത് വളർത്തി നല്ല നിലയിലെത്തിച്ച മാതാപിതാക്കളെ ആയിരിക്കും അവർ ആദ്യം വലിച്ചെറിയുക, ഉപേക്ഷിക്കുക. ഞങ്ങൾ സ്വതന്ത്രരാണ്, സ്വയം പര്യാപ്തമാണ്, ഇനി നിങ്ങളുടെയും ആവശ്യം എനിക്കില്ല എന്നവർ പറയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിന്തുടരുന്ന സ്വയം പര്യാപ്തയിലേക്കുള്ള വഴി നാശത്തിൻ്റേതാണ്. എന്താണ് വേണ്ടത്? നിങ്ങൾ വിനീതനായി നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി സംരക്ഷിക്കുന്ന കൈകളിൽ ഏൽപ്പിക്കുക. ഇന്ന് നാം ജീവിക്കുന്നത് അവനോട് തന്നെ ഇഷ്ടവും പ്രാധാന്യവും കൊടുക്കുന്ന, സ്വന്തം ഇഷ്ടം നടപ്പാക്കുന്ന, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും അത് സ്വയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ്. മനുഷ്യർ അവരെ തന്നെ വിലയിരുത്താനും അംഗീകരിക്കാനും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നു. സൂക്ഷിക്കുക. അവിടെ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ഒരു വശം മാത്രമാണ്. വിശ്വസിക്കരുത് നിങ്ങൾ. അവർ ശരിയായ രൂപം കാണിക്കില്ല, അവർ പറയില്ല സത്യം.
വി ലിവ് ഇൻ ദ വേൾഡ് ഓഫ് എ നാർസിസിസം. എന്താണ് നാർസിസം? അതിനർത്ഥം ചുരുക്കമായി പറഞ്ഞാൽ സ്വാർത്ഥത, അഥവാ തന്നോടും തൻ്റെ ആവശ്യങ്ങളോടും അമിതമായ ശ്രദ്ധ കൊടുക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുക. ഇതാണ് നാർസിസിസം. മത്തായി 6:1 ഇപ്രകാരം കാണുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 6:1, മനുഷ്യർ കാണേണ്ടതിനും നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. സൂക്ഷിക്കുക. നിങ്ങളുടെ നീതി മറ്റുള്ളവരുടെ മുമ്പിൽ പരിശീലിക്കരുത്. ചിന്തിക്കുക, ഈ കാലത്ത് വിവാഹമോചനങ്ങൾ, ഡൈവേഴ്സിൻ്റെ റേറ്റൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? തകർന്നടിയുന്ന ബന്ധങ്ങളുടെ കണക്ക് ഉയരുന്നത് എന്താണ്? ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് നാർസിസിസം. അതായത് നമ്മൾ ജീവിക്കുന്നത് സ്വാർത്ഥത നിറഞ്ഞ ലോകത്ത്, സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ്. ഏദൻ തോട്ടത്തിൽ, ലോകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതും ഇതാണ്. ആദ്യ സ്ത്രീ ഫലം കഴിക്കണമെന്നുള്ള ആഗ്രഹം നിറവേറ്റാൻ, സാധിക്കാൻ, നടപ്പാക്കാൻ പുരുഷനെ സ്വാധീനിച്ചു. സ്ത്രീയും പുരുഷനും ഫലം കഴിച്ചു. ഇവിടെ ആദ്യത്തെ അനുസരണക്കേടുണ്ടായി. പുരുഷനെ ദൈവം ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കാതെ സ്ത്രീയുടെ മേൽ പഴിചാരി. ഇന്നും ഇതൊക്കെ തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കാൻ പ്രയാസമാണ്. വിശ്വാസികളോടും അല്ലാത്തവരോടും ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്താണ് വേണ്ടത്? നിങ്ങളിൽ എത്ര പേർക്കറിയാം എന്താണ് വേണ്ടതെന്ന്? ഓക്കെ, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിട്ടുവീഴ്ച, വിനയം, ത്യാഗം, സഹനം, ഇതിനൊക്കെയുള്ള സന്നദ്ധത. സ്വന്തം ആഗ്രഹത്തിനും ഇഷ്ടത്തിനും ഉപരി മറ്റൊരാളിൻ്റെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുകയത്രേ വേണ്ടത്. നിർഭാഗ്യവശാൽ സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തെ അതിനുള്ള ഇടം കിട്ടില്ല. എന്നാൽ ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും എളിമയുടെയും ഒരിടം ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു ക്രൂശിലൂടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന് വേണ്ടിയല്ല, അവൻ്റെ ഇഷ്ടത്തിന് നടക്കാനല്ല, സമൂഹത്തിനു വേണ്ടി കൂടിയാണ്. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഞാൻ സത്യത്തിൽ ജീവിക്കുന്നു, ഞാൻ സത്യം പറയുന്നു, ഇതൊക്കെയല്ലേ? എന്താണ് റിയാലിറ്റി? എന്താണ് സത്യം? അവരുടെ സത്യം ദൈവത്തിൻ്റെ വാക്കുകളും യഥാർത്ഥ സത്യവുമായി യാതൊരു ബന്ധവുമില്ല. സത്യവും അസത്യവും ശരിയും തെറ്റും മങ്ങലേറ്റിരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. മനുഷ്യർ ദൈവത്തിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. അവർ അവരെ തന്നെ നോക്കുന്നു. അവർ അവരിൽ തന്നെ പരമോന്നതമായ അധികാരം കാണുന്നു, വിശ്വസിക്കുന്നു. സമൂഹം അവരുടെ സത്യത്തിൽ ജീവിക്കുന്നു. എന്നാൽ ശരിയായ സത്യം അതല്ല. യോഹന്നാന്റെ പുസ്തകം 14-ാം അധ്യായം 6, ജോൺ ചാപ്റ്റർ 14:6
ഇങ്ങനെ കാണാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യനും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശു നമ്മോട് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തില്ല എന്നത്രേ. നിന്റെ സത്യവും വഴിയും നാശത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ആട്ടിടയനായ ദാവീദിനെ കൊട്ടാരത്തിൽ എത്തിച്ച രാജാവാക്കിയ ദൈവമാണ്. കൊട്ടാരത്തിൽ 40 വയസ്സുവരെ എല്ലാ സൗഭാഗ്യത്തിലും വളർന്ന മോശ എല്ലാം ഉപേക്ഷിച്ച് പോയതായും നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ജീവിതത്തിൽ ഉടനീളം. നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാറുണ്ട്? ദൈവത്തിന് നന്ദി പറയാറുണ്ട്? നിങ്ങളിൽ ആരെങ്കിലും കഴിഞ്ഞ കാലത്തെപ്പറ്റി, വന്ന വഴികളെപ്പറ്റി ഓർക്കാറുണ്ടോ? വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഈ അവസരത്തിൽ ഒരു സംഭവ കഥ ഇവിടെ പറയണമെന്ന് തോന്നി. ഈ അടുത്ത കാലത്ത് അറിഞ്ഞതാണ്. ഒരു വൈദികനെ താൻ 30 വർഷം മുമ്പ് ഇരുന്ന ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അവിടെ എത്തി. ആ ദേശവും പള്ളിയും ആളുകളും ഒക്കെ മാറിയിരിക്കുന്നു, തിരിച്ചറിയാൻ പറ്റാത്ത വിധം. ചെറിയ ഒരു പള്ളിയുടെ സ്ഥാനത്ത് ആധുനിക ദേവാലയം. ഉച്ചക്കൂണിനായി ഒരു പ്രായമായ അമ്മച്ചി വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അമ്മച്ചി പറഞ്ഞു, ഡ്രൈവർ വീട്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് അമ്മച്ചി പോയി. ഒരു ആഡംബര കാറിൽ ഡ്രൈവർ അദ്ദേഹത്തെ വീട്ടിൽ എത്തിച്ചു. വലിയ വിഭവസമൃദ്ധമായ ഊണൊരുക്കിയിരുന്നു. ഊണ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പോകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. അമ്മച്ചി ഓരോ മുറികളും കൊണ്ടു നടന്ന് കാണിച്ചു, വിശദമായി പറഞ്ഞു കൊടുത്തു. 1 നില കഴിഞ്ഞു, 2 നില കഴിഞ്ഞു, 3-ാമത്തെ നിലയിലെത്തി. എല്ലാം വിശദമായി കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഇതിനോടകം തളർന്നു താഴെ എത്തി. ഇനി പോകട്ടെ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, കഴിഞ്ഞില്ല, ഒന്നുകൂടിയുണ്ട്. വീടിൻ്റെ പിന്നിലെ വാതിൽ തുറന്ന് അവിടെ ഒരു ഷെഡ് കണ്ടു. അമ്മച്ചി ആ ഷെഡിൻ്റെ വാതിൽ തുറന്ന് കാണിച്ചു. അതിൽ പഴയ ഓലമേഞ്ഞ ഒരു ചെറിയ വീട്. അപ്പോൾ 30 വർഷം മുമ്പ് കണ്ട അമ്മച്ചിയെ വൈദികൻ തിരിച്ചറിഞ്ഞു. അന്ന് അടുത്ത വീടുകളിലൊക്കെ പോയി പണിയെടുത്ത് പാല് കറന്നുകൊടുത്ത് ജീവിച്ചിരുന്ന അമ്മച്ചിയെ. അമ്മച്ചി മക്കളെയൊക്കെ പഠിപ്പിച്ചു, നല്ല നിലയിലെത്തിച്ചു. അമ്മച്ചി പറഞ്ഞു, മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. അവർ വരുന്ന സമയത്ത് ഒരു ദിവസം ഈ വീട്ടിൽ കൊണ്ടുവന്ന് മുട്ടിൽമേൽ നിന്ന് ദൈവത്തിന് സ്തോത്രം പറയും. ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ പറഞ്ഞു നിർത്തിയത് ഇന്നത്തെ സമൂഹത്തെ പറ്റിയാണ്. ഹൃദയം തകരുന്ന സത്യം എന്താണെന്ന് വച്ചാൽ പലരും തിരിച്ചറിയുന്നില്ല. അവർ കൊണ്ട് നടക്കുന്ന സത്യം നാശത്തിലേക്കാണ് എത്തിക്കുന്ന സത്യം അവർ തിരിച്ചറിയുന്നില്ല. നടക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്നോ, സ്വയം ആരാധിക്കുന്നവർ സ്വയം പര്യാപ്തമല്ല എന്നതാണ്. നാം എടുക്കുന്ന ഓരോ ശ്വാസവും, ഹൃദയത്തിൻ്റെ ഓരോ ഇടുപ്പുകളും, ബീറ്റ്സും പുതിയ ദിവസം എണീക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആർ യു സെൽഫ് സഫിഷ്യൻറ്റ്? നിങ്ങൾ സ്വയം പര്യാപ്തരാണോ?
എത്ര പേർ സ്വയം പര്യാപ്തരാണ്? അപ്പോസ്തല പ്രവൃത്തി 17:28, ആക്ട്സ് ചാപ്റ്റർ 17:28. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ദൈവമില്ലെങ്കിൽ നാം ഒന്നുമല്ല. വിത്തൗട്ട് ഗോഡ് വി ആർ നത്തിങ്. ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം നിങ്ങളെ എത്തിക്കുക ഒറ്റപ്പെടലിലേക്കാണ്. നിങ്ങൾക്ക് തരുന്ന ശക്തീകരണം നിങ്ങളെ എത്തിക്കുക ശൂന്യതയിലേക്കാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിവൃത്തിയാക്കി തരുന്നത് നിരാശയിലേക്കാണ്. എന്താണ് കാരണമെന്നോ? നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെ ആരാധിക്കാനല്ല, ദൈവത്തെ ആരാധിക്കാനാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എല്ലാ തീരുമാനത്തിലും എല്ലാ വശത്തും നിങ്ങൾ ക്ഷീണിതരാകുമ്പോൾ ബലം തരാൻ, സ്നേഹം തരാൻ, കരുണയും കരുതലും തരാൻ. പുതിയ സ്വയം എന്ന് ദൈവം തരുന്നത് വ്യാജ്യമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവനിൽ ആശ്രയിച്ച് അവൻ്റെ ഒപ്പം നടന്ന് അവൻ്റെ വ്യക്തിത്വത്തിൽ ജീവിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വയം ആരാധനയിൽ പെട്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ സത്യത്തിലും നിങ്ങളുടെ നീതിയിലും വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. വിനീതനായി നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ സ്വയം പര്യാപ്തതയും അവന് മുമ്പിൽ സമർപ്പിക്കുക. അവനല്ലാതെ ഞാനൊന്നുമല്ലെന്ന് അംഗീകരിക്കുക. സ്വയം ആരാധിക്കുന്ന ഈ ലോകം നിങ്ങൾക്ക് സമാധാനമോ രക്ഷയോ തരികയില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനവും രക്ഷയും നിവൃത്തിയാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ, കിഴക്കേവീട്.